അപ്പോൾ സുഹൃത്തുക്കളെ ടാപ്പ് അപ്പം എൻ്റെ ടാപ്പിൻ്റെ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നും ഒരുപാട് ആളുകൾ ഇത് എന്തേടെ ചങ്ങായി എന്ന് ചോദിക്കണം കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ. ഇത് അളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് നമ്മൾ സ്ക്വയർ ഫീറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ശേഷം സ്ഥലം അളക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. സ്ഥലം അളക്കുന്ന വീഡിയോ ഫേസ്ബുക്കിന് എന്തോ പ്രശ്നം പറഞ്ഞിട്ട് ഇനി ഫുഡ് ഐറ്റംസ് നിലത്ത് മൈതിട്ടിട്ടാണ് ഞാനന്ന് അളവ് കറക്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണെന്നറിയില്ല ഫ്ലാഗഡ് കണ്ടന്റ് പോയി ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 2.5 മില്യൺ വ്യൂ വന്ന വീഡിയോ ആയിരുന്നു. പോട്ടെ സാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രണ്ടും കാണിച്ചു തരാൻ പോവാണ്. സ്ക്വയർ ഫീറ്റ് അഥവാ സ്ക്വയർ ഫീറ്റ് എങ്ങനെ ആക്കുക എന്നുള്ളതും അതേപോലെ തന്നെ സ്ക്വയർ മീറ്റർ എങ്ങനെ ചെയ്യാന്നുള്ളതും രണ്ടും രണ്ടായി തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊക്കെ താമസിക്കുന്ന വീടിന്റെ ചുറ്റളവ് എങ്ങനെ കണ്ടെത്താം അതുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ ടാപ്പിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതിന്റെ പ്രാഗുണ്ടാവും. അങ്ങനത്തെ ഒരു ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കേട്ടോ. ടൈം കളയണ്ട. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. നേരെ പോവാം. അപ്പോൾ ആദ്യം സ്ക്വയർ ഫീറ്റ് ഇടും. പണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ രണ്ടും പാടെ ചേർത്തൊരു വീഡിയോ ആക്കാൻ പറ്റുമെന്നും അതേപോലെ തന്നെ അത് എങ്ങനെയാണ് വീടിൻ്റെ ചുറ്റളവ് കണ്ടെത്തുക എന്നുള്ളതാണ് വീഡിയോ. ഓക്കെ, ആദ്യം സ്ക്വയർ ഫീറ്റ്. അതിന് ആദ്യം ഒരു ടാപ്പ് എടുക്കുക. ചെറിയൊരു പെൻസിൽ നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. എന്നിട്ട് 1 മീറ്ററിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് ലൈനാക്കാം. ഇന്ന് നമ്മൾ വൈറ്റ് സിമെൻ്റ് ആയിട്ട് ഇടുന്നത് മൈദല്ല. എനിക്ക് തോന്നുന്നു അന്നത്തെ വീഡിയോ മൈദ ഇട്ടിട്ടാണോ ഫ്ലാഗഡ് കണ്ടന്റിൽ പോയതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊന്ന് സ്ക്വയർ ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഒരു അടി കേട്ടോ. ഒരു അടി എന്ന് പറഞ്ഞാൽ ഒരു ഫീറ്റ് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സ്ക്വയർ ഫീറ്റ് വരച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി 4 വശം ഒരടി വെച്ചിട്ട് ഇവിടെ ഒരടി, അതേപോലെ ഇങ്ങോട്ടും ഒരടിയാണ്, അതേപോലെ അപ്പുറത്തും ഒരടി. ഇതാണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 1000 അല്ലെങ്കിൽ 800 900 അല്ലെങ്കിൽ 1500 2000 ഒക്കെ വരുന്നതാണ് മൊത്തത്തിൽ വീട്. അഥവാ ഇങ്ങനത്തെ ഓരോ ബോക്സും എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീടിൻ്റെ വലിപ്പം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് പറയുന്ന സാധനം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു സ്ക്വയർ മീറ്റർ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. 4 ഭാഗം ഓരോ മീറ്റർ അളന്ന് അതിനൊരു സ്ക്വയർ ആക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് സ്ക്വയർ മീറ്റർ ആവുക. ഇതൊരു സ്ക്വയർ മീറ്ററും ഇതൊരു സ്ക്വയർ ഫീറ്റും ഇങ്ങനെ തന്നെയായിട്ട് എല്ലാ സംഭവം. അഥവാ ഏത് ചെറിയ അളവിനെയും ഏത് വലിയ അളവിനെയും നമുക്ക് എന്താക്കാൻ പറ്റും, സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ചില ജില്ലകളുടെയൊക്കെ കണക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ചില ജില്ലകളിലുണ്ടാവും ഇത്ര ചതുരശ്ര കിലോമീറ്റർ എന്നുണ്ടാവും. അഥവാ 1 കിലോമീറ്ററിനെ ചതുരമാക്കുന്നതാണ് ചതുരശ്ര കിലോമീറ്റർ. അതേപോലെ തന്നെ ഇത് ചതുരശ്ര മീറ്ററും ഇത് ചതുരശ്ര അടിയുമാണ്. അഥവാ സ്ക്വയർ ഫീറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, സ്ക്വയർ മീറ്റർ എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനത്തെ 40.47 അളവ്, അഥവാ ഇങ്ങനത്തെ 40 എണ്ണം നീട്ടിയാണ് വെച്ച് കഴിഞ്ഞാലാണ് 1 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനത്തെ നോക്കി സ്ക്വയർ ഫീറ്റ് 1 സെൻറ്റിൽ എത്ര വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിലേക്ക് മാറ്റുമ്പോൾ അളവ് സ്ഥലം വെച്ച് നോക്കുമ്പോൾ സ്ഥലത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞു പോകട്ടെ, കാരണം കഴിഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. അത് 435.6 സ്ക്വയർ ഫീറ്റ് വരും. ഏത് ഈ സാധനം 1 സെൻറ്റ് സ്ഥലത്തിൽ 435 എണ്ണവും, അതേപോലെ തന്നെ അത് ഞാൻ അവിടെ എഴുതി വെച്ച് കേട്ടോ, കാരണം കണക്കും മറക്കണീനേ. അതേപോലെ തന്നെ ഇങ്ങനത്തെ 435 എണ്ണവും 1 സെൻറ്റിൽ ഇങ്ങനത്തെ 40.47 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ഏതെക്കുറെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളൊരു സ്ക്വയർ ഫീറ്റ് അഥവാ നമ്മളിരിക്കുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, ഇനി വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണ്ടെത്താം, ഓക്കെ, അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എങ്ങനെ കണ്ടെത്താം. പല നാട്ടിലും പല ലെവലിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ക്വയർ ഫീറ്റിലാണ് കണ്ടെത്തുക കേട്ടോ. ചില സർക്കാർ കണക്കിലൊക്കെ സ്ക്വയർ മീറ്ററും സ്ക്വയർ ഫീറ്റും ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതൊരു ബോക്സ് നമ്മൾ ചെറിയൊരു പെട്ടി അടിച്ച് വെച്ചിട്ടുണ്ടോ. ഇതാണ് നമ്മളെന്ത് ഒരു വീടെന്ന് സങ്കല്പിച്ചോ. ഇതൊരു തറയാണ്. ഓക്കെ, ഒരു തറയുടെ ചുറ്റളവാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് കൊണ്ട് അടിയിലോ അല്ലെങ്കിൽ മീറ്ററിലോ ഏത് അളവിലാണ് അളക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റും അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററും കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇതൊന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന് കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് അളവ് എടുക്കാതെ വെച്ചാണ്. എന്നിട്ട് അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് അളവെടുക്കാൻ പോവാണേ. ഇതിപ്പോൾ ഏറെക്കുറെ നമ്മൾ എന്താ പറയുക അടിയിലാണ്ടോ എടുക്കണത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് കൊടുക്കുക, കാല് അല്ല അപ്പോൾ നടക്കണ്ടേ. ഇവിടെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 5.7 ഇഞ്ചാണ്. ഓക്കെ, 5.7. ഇനി നമുക്കിതിൻ്റെ വീതി എത്രയാണെന്ന് കണക്കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മളുണ്ടാക്കിയ താൽക്കാലിക വീടിൻ്റെ വീതി വന്നിട്ട് 3.3 അടിയും ഇത് എത്രയുണ്ട് 3.9 അഥവാ 3.9 അടിയാണ് ഇതുള്ളത്. 3.9 സ്ക്വയർ ഫീറ്റും ഇവിടെ നമ്മൾ എത്ര പറഞ്ഞ നേരത്തെ 5 സംതിങ് അല്ലേ, അത് എത്ര എന്നുള്ള സ്ക്രീനിൽ ഞാൻ ഗുണിച്ചിട്ട്
കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം അല്ലെങ്കിൽ വീതി അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചും മറിച്ചും ഒക്കെ കേട്ടോ. ഈ അളവും അതേപോലെ തന്നെ ഈ അളവും ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അളവായിരിക്കും എന്ത് അതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് പിന്നെ മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ വരിക. അത് എത്ര മീറ്ററാണോ നീളം അതേപോലെ തന്നെ ആ മീറ്റർ അളവിൽ വീതിയും അളന്ന് അതിന് സമം ചെയ്യുന്ന ഉത്തരമായിരിക്കും എന്ത് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര 5 അടി ഇത് 3 അടിയല്ലേ, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എത്രയാണ് ഇൻറ്റു ചെയ്തിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ വീടിൻ്റെ ചുറ്റളവ് കാണാൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ചില സ്ഥലങ്ങളിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും, ഇത് ഈ ടാപ്പ് പോകുന്നിടത്ത് നോക്കിക്കോട്ടോ, ഇവിടെ ഒരു എൽ ഷേപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ടൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ എൽ ഷേപ്പ് പിടിച്ച സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് അളത്തുനിന്ന് ഇതിൻ്റെ അളവും എന്നിട്ട് ഈ എൽ ഷേപ്പ് വരുന്ന എത്ര വെച്ചാൽ അതിൻ്റെ അളവും കൂട്ടണമായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി തോന്നുന്നു. നല്ല വെയിലാണ്, പതച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്വയർ മീറ്റർ, ഇത് സ്ക്വയർ മീറ്റർ, അതേപോലെ തന്നെ ഇത് സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഇതിൻ്റെ സംഭവം ഇതിൽ വരും, ഇതിൻ്റെ സംഭവം ഈ സ്ക്വയർ മീറ്ററിൻ്റെ സംഭവം ഈ വീടിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കാണാമല്ലോ, അവരും വേണ്ടേ പഠിക്കുക. ഓക്കെ, ബൈ.